ഹലോ പുതിയ വീട്ടിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന CPM ആണ്. നിങ്ങളായിരുന്നു ഞാൻ ആകെ ഫ്രീ ഫയറിൽ മാത്രമല്ലേ കളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒന്നുമല്ല കേട്ടോ, നമുക്ക് വേറൊരു സീക്രട്ട് ഗെയിം കൂടി ഉണ്ട്. ഇതിനകത്തൊന്നും കാര്യം പറയുകയാണെങ്കിൽ ഈ ഗെയിമിലെ മാക്സ് മണി ഞാൻ 10-15 പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി 1 രൂപയ്ക്ക് വിറ്റാൽ പോലും ഈ അക്കൗണ്ടിൽ നിന്ന് 1 പൈസ മുന്നോട്ടേക്ക് പോവില്ല. അത് നിങ്ങൾ ബാക്കിയുള്ള CPM കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനൊരു ഗെയിമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഇത് വാങ്ങിക്കാം, കാരണം എൻ്റെ കയ്യിൽ അത്രമാത്രം മില്ലുണ്ട്. പക്ഷെ ഇച്ചിരി പിശുക്കൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇന്ന് പിന്നെ എൻ്റെ കയ്യിൽ ഒത്തിരി വീടുകളും ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മണി മാത്രമേ മാക്സ് ആയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും മാക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീടുകൾ വിജയിപ്പിച്ച് തരാം. പാലുകാച്ചിലൊന്നും അല്ല കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീട്, എൻ്റെ സെക്കൻഡ് വീട്. ഫസ്റ്റ് വീടാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് വീടിന് തന്നെയാണ് വിലയും കുറവ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഈ താഴെ കമൻറ്റിൽ മാസ്റ്റർ പ്രോ ഗെയിമിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കമൻറ്റ് ഇട്ടിട്ട് ആർക്കാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്കും എല്ലാം ഞാൻ എൻ്റെ റോൾസ് റോയ്സ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് വണ്ടി ഞാൻ ഗിഫ്റ്റ് ചെയ്യും. അത് മണി വെച്ചിട്ടാണെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ ഏത് വണ്ടി വേണമെങ്കിലും ഞാൻ ഗീവ് അവേ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഗെയിം ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയട്ടോ. ഇതാണ് എൻ്റെ വീട്. ഓക്കെ, നല്ല വീടാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല സെറ്റപ്പ് വീടാണ്, എനിക്കറിയാം. നമ്മുടെ വണ്ടി ഇപ്പം മഞ്ഞിലാണ് ഇട്ടേക്കണം. മഞ്ഞിൽ എൻ്റെ റോൾസ് റോയ്സ് ഫാൻറ്റം ഇത് ഫാൻറ്റം. ഇവനെ ട്യൂൺ ചെയ്ത് ഫുള്ള് ഇതാക്കി വെച്ചേക്കുക. ഒരു ബിസിനസ് ഐഡിയക്ക് വേണ്ടി ചുമ്മാ വെച്ചേക്കണ വണ്ടിയാണ് കേട്ടോ. അല്ലാണ്ട് അത്രമാത്രം വലിയൊരു കാര്യങ്ങൾക്കൊന്നും ഇല്ല ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തേക്കണം. അത് മാത്രമല്ല, ഇവിടെ ഞാൻ വണ്ടി കൊണ്ടുപോയി വെക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. പിന്നെ ഷെഡും കയ്യിലൊക്കെ ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ സീനാവും. ഈ വണ്ടി തിരിച്ചിടാം ഗൈസ്, തിരിച്ചിടാം വണ്ടി. നിങ്ങൾ കരുത് ഈ ഗെയിം ഭയങ്കര സിമ്പിളാണ്. അതെ ഗൈസ്, എനിക്കിത് ഭയങ്കര സിമ്പിളായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1-2 വീഡിയോ ഒന്ന് കാണും. ഞാൻ 1.5 അല്ലെങ്കിൽ 1 മാസം കൊണ്ടാണ് ഞാൻ ഈ ഗെയിം റിച്ച് ആയത് ഗൈസ്. ഇതിനകത്ത് നിങ്ങളൊരു കൊള്ളില്ലാത്ത വണ്ടി പോലും നന്നായിട്ട് നിങ്ങളെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മില്യൺസ് 100,000 അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം 1 ലക്ഷത്തിൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ലക്ഷം 1 മില്യണൊക്കെ വിൽക്കാം. അങ്ങനെ ഒരു ഗെയിമും കൂടിയാണ് ഇത്. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ചെറിയ കോബ്രയൊക്കെ കാണിക്കണം. അത് പിന്നെ FF അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്ന് പറയുകയാണെങ്കിൽ 3 നില വീടാണ്. 3 നില മറ്റേ വീടും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹൈ ട്യൂണിങ്, അത് മാത്രമല്ല GTA 5 പോലത്തെ വൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കളിക്കാൻ പറ്റിയൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ് CPM 1, 2 ഒക്കെ. 2 ഇച്ചിരിയും കൂടി ഇതാണ് ഗൈസ്, MB കൂടുതലാണ്. ഗ്രാഫിക്സ് അതേപോലെ തന്നെ. നിങ്ങളുടെ കയ്യിലൊരു ഹൈ എൻഡ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ എനിക്ക് ഇച്ചിരിയും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഗെയിമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. അതിനധികം റിച്ച് ആവുകയും ചെയ്തു. ഇതേ എൻ്റെ വണ്ടി. ഇനി ഇവനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്യണ്ടായിരിക്കും. ക്ലോസ് ചെയ്യണോ എന്നാൽ ചെയ്യാം അല്ലേ? ക്ലോസ് അയ്യോ എടാ, പുറത്തുനിന്നല്ല അകത്തുനിന്ന്. എന്തൊക്കെയാ ഗൈസ്, ഞാൻ വേണമെങ്കിൽ പുറത്ത് പോവാണ്. ഇത് ഞാൻ ഈ വീടെടുത്തിട്ട് അതിന് നാളായില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് അത്ര വലുതായിട്ടൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. 2ാമത്തെ വീഡിയോ നമുക്ക് പട്ടിക്കൂട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഇന്നൊരു റൈഡിന് പോകാനും കരുതിക്കൊണ്ടാണ് ഇരിക്കണേ. നമ്മുടെ റോൾസ് റോയ്സ് ഫാൻ എടുക്കുന്നത് ഞാൻ ഗീവ് അവേ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് സബ് ചെയ്യണം. അത് എനിക്ക് കൺഫേം ആക്കണം. എന്നിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾ പറ്റുന്ന അത്ര ഷെയർ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ ഈ റോൾസ് റോയ്സ് ഫാൻറ്റം വെറും ഫ്രീ 0 റുപ്പീസിന് തരും. നിങ്ങൾ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഒരു സംതിങ് പൈസ കിട്ടും. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഗീസ്. ഷെഡ് അടിച്ചില്ല.
വണ്ടിയുടെ ഡോർ അടിച്ചില്ലേ, എന്നാൽ ആ ഡോറിൽ കൂടെ അരിയില ഒന്ന് കയറും. അതുകൊണ്ട് നമുക്കൊന്ന് ഡോറും കൂടെ അടക്കട്ടെ. ഇപ്രാവശ്യം ആരും വിശ്വസിക്കാൻ കൊള്ളില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഫോണിനകത്തും കാര്യം കാണിച്ചാൽ ഇതിനകത്ത് നമ്മൾ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞൊരു അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് 2 വണ്ടികൾ ഫ്രീ ആയിട്ട് കിട്ടും. ഒന്ന് ഒരു ഡോഡ്ജ് റാമും ഒന്ന് മറ്റേ നമ്മുടെ ഇതുമാണ്, മെഴ്സിഡീസ് ബെൻസ് ആണ്. എൻ്റെ ഫ്രണ്ടിന് ഡെയിലി മെഷീനിൽ നിന്ന് ആ വണ്ടി കിട്ടിയിട്ട് അവൻ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ട് വണ്ടി വിറ്റു. ആ വണ്ടി വിറ്റ് പോയത് 10 മില്യണാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഫ്രീ കാറ്. അവൻ ആകെ പണിയെടുത്തിട്ടുള്ള അതിനകത്ത് എത്രയോ 100,000 എന്തോ ആ സ്റ്റോക്ക് എഞ്ചിൻ തന്നെയാണ്. വണ്ടി ഒന്ന് കളറാക്കിയുള്ളൂ, അപ്പോഴത്തേക്ക് ആ വണ്ടി 10 മില്യൺ വിറ്റ് പോയി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ ഡെയിലി ടാസ്ക് മിഷൻസ്. അതുമാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ടാക്സി ഓടാം ഗൈസ്. പിന്നെ നമുക്ക് ബസ്സുണ്ട്, അത് ഓടാം. എനിക്ക് ബസ് വാങ്ങിക്കാനുള്ള അത്രയും പൈസയുണ്ട്, എന്നാലും ഞാൻ ബസ് ഓടിക്കുന്നില്ല. നമ്മൾ അത്രയില്ല ബസ് കുന്തളിപ്പന്മാരൊന്നല്ല ഗൈസ്. അന്നും പറഞ്ഞുകൊണ്ട് ബാഡ് കമൻ്റ് ഒന്നും ഇടല്ലേ, ചുമ്മാ പറഞ്ഞാണ്. ബസ് എനിക്ക് നല്ല ഇഷ്ടമാണ്, എന്നാലും എനിക്ക് പോരാത്തൊരു രീതിയിലുള്ളൊരു വണ്ടിയാണ്. ഇതാ നമ്മുടെ ഈ മാപ്പ് ഒരു ജൈൻറ്റ് മാപ്പാണ് കേട്ടോ. എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ മടുക്കുമെങ്കിൽ ഒരിക്കലും ഈ മാപ്പ് തീർന്നായിട്ട് നിങ്ങൾ കാണില്ല. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ്. എൻ്റെ വണ്ടി കഴുകേണ്ടിയൊക്കെ വരും ഗൈസ്. ഇപ്പം ഭയങ്കര തണുപ്പ്. എനിക്ക് ഇവിടെ വരെ ഫീൽ ചെയ്യാം ഗൈസ്. ഞാൻ അതുകൊണ്ടാണ് ഈ വിറച്ച് പറഞ്ഞേ. അതുമാത്രമല്ല, ഈ ഗെയിമിനകത്ത് ഫോണിൽ കാണിക്കുന്ന സമയം തന്നെ ആയിരിക്കും നമ്മുടെ റിയൽ സമയം. അപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും അവിടെ സമയം എത്രടാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് തന്നെ നോക്കിയിട്ട് പറയാം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള ട്യൂണിങ് ഗെയിമാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര ഉള്ള ഈ വീടെന്ന് ചോദിക്കും. ഈ വീടല്ലല്ലോ, ഒരു വീടും കൂടി ഉണ്ടല്ലോ, അതും എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കണമെങ്കിൽ ഇപ്പം ഞാൻ പോയത് വിൻ്റർ മാപ്പിലാണ്. വണ്ടിയിൽ ചെറുതായിട്ട് ഇതൊക്കെ പറ്റി. ഇതുണ്ടോ ഗൈസ്, എനിക്കിഷ്ടമില്ലാത്ത ഒരേ ഒരു സാധനമാണ് ഈ വണ്ടിയുടെ ഇവിടെ ഇതൊക്കെ പറ്റുന്നത്. എൻ്റെ ഒരു ബിസിനസ് കാറാണ് ബ്രോ. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പറ്റിക്കണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിലോട്ടേക്കും കാലത്ത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇതേതാ സ്ഥലം എന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഹൈവേ ആണെന്ന് തോന്നുന്നു. ഹൈവേ അറിയില്ല ഗൈസ്, ഇതേതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഡെസേർട്ടൊന്നുമല്ല കേട്ടോ, ഡെസേർട്ടല്ല എൻ്റെ വണ്ടി. ഇങ്ങനെ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഗെയിമിൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫിനുള്ളൊരു ഗെയിമാണ്. നമ്മുടെ ഫ്രീ ഫയർ പോലൊന്നും അല്ല, അത്ര വലിയ അഗ്രസീവ് ഒന്നും അല്ല ഗൈസ്. നമുക്ക് ഇതാണ് നമ്മുടെ പട്ടിക്കൂട്. അവൻ എന്തിയെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ചത്തോ എങ്ങോട്ടെങ്കിലും പോയോ അതുപോലും എനിക്കറിയില്ല. നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ടാണ് കയറണേ. ഓക്കെ ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് അടുത്ത പ്രാവശ്യം ഞാൻ ഈ റോൾസ് റോയ്സ് ട്യൂൺ ചെയ്തിട്ടായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കിടുക്കാച്ച ആയിട്ടായിരിക്കും ഞാൻ ഈ വണ്ടി ഗീവ് അവേ ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെക്കുറിച്ച് വലിയ എന്തെങ്കിലും നല്ലൊരു കമൻറ്റ് ഇടുക. കാണുന്നവരെല്ലാവരും അവരെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കായിരിക്കും ഞാൻ വണ്ടികൾ ഗീവ് അവേ ചെയ്യാൻ പോണേ. എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ട്. ഇത്രയും പൈസ ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ. വണ്ടി പിന്നെ ഇച്ചിരി പവർഫുള്ളാണ്. അതുകൊണ്ട് ചെറിയ സീനേ ഉള്ളൂ. നമുക്ക് BMW ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വണ്ടി കമൻറ്റ് ബോക്സ് കിട്ടോ. ഇതിനകത്ത് 200 തരം വണ്ടികളുണ്ട്. ഞാൻ കാർ കളക്ഷനൊന്നും ചെയ്യാറില്ല. ഞാൻ ആകെ മണി സേവ് ചെയ്യാറേ ഉള്ളൂ. ആർക്കൊക്കെയാണ് നല്ല ഇത് കിട്ടണേ അവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇത് സേവ് ചെയ്ത് വെക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പിൻ ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് അടുത്ത വീഡിയോ ഞാൻ വിജയിനെ ഞാൻ കണ്ടെത്തുന്നതാണ്. ഈ റോൾസ് റോയ്സ് കൂട്ടുന്ന എല്ലാത്തിനായിരിക്കും ഗീവ് അവേ കൊടുക്കാൻ പോണേ. അത് ഫ്രീ ആയിട്ടാണ്, ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് ആകെ ഒരേ ഒരു കാര്യം ചെയ്ത് തന്നെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ എന്തെങ്കിലും എത്തിക്കാൻ നോക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ അതുമാത്രമല്ല, ഈ ഗെയിമിൽ ഒരു സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഐ മീൻ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഗൈസ്, ഗിഫ്റ്റ് ബോക്സ്. ഇതും കല്ലൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണി കിട്ടും. ഞാൻ ഗിഫ്റ്റ് ബോക്സ് ഒന്നും അധികം കളക്ട് ചെയ്യാറില്ല ഗൈസ്. ഞാൻ വണ്ടി വിറ്റിട്ട് തന്നെയാണ് ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് കണ്ടോ ഗൈസ്, എനിക്കിപ്പോൾ 14,000 രൂപ കിട്ടി. എന്നാലും ആ മണിയിൽ നിന്ന് ഒരു പൈസ പോലും കൂടിയില്ല. ദാറ്റ് മീൻസ്
ഈ ഗെയിമിൽ റീച്ച് മണി ഞാൻ എത്തി. ഐ മീൻ മാക്സിമം മണി ഞാൻ എത്തി. ഇത് ഇവിടെ വണ്ടി ഇതേ പോകണ്ട. അവിടെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു പോയി. റോൾസ് റോയ്സേ ആരാ റോൾസ് റോയ്സ്? റോൾസ് റോയ്സിന് എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. നോ വറി ഗൈസ്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചേക്കുവന്നു കണ്ടോ ഗൈസ്. വണ്ടി അമ്മേ. ഓക്കെ, പോസ്റ്റിന് ഒരു 5000 രൂപ വീക്കാണ്. അതൊന്നും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് ഷെഡിലോട്ടേക്ക് കയറ്റിയിടാം ഗൈസ്. അതായിരിക്കും നല്ലത്. ഈ വണ്ടി ഒരുമാതിരി ഒരു അനുസരണയില്ലാത്ത വണ്ടിയാണ്. ഡോൺ വറി ഗൈസ്, ഈ വണ്ടിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഞാൻ ഹാൻഡ് ബ്രേക്ക് എന്തോ ഒരു കുന്തം ഇടാൻ മറന്നതുകൊണ്ടാണ്. കയറുമോന്നും അറിയില്ലല്ലോ ദൈവമേ. കയറ് ഇടിച്ചില്ലല്ലോ. ഇടിക്കുവോ നോക്കട്ടെ ഗൈസ്. നോക്കട്ടും കയ്യിലൊക്കെ നമുക്ക് ഇടാം. ഇടിക്കൂടാ. ഇതിൻ്റെ ഷെഡ് ഒട്ടും കൊള്ളില്ല കേട്ടോ. ഞാൻ ഈ വീട് 800,000 രൂപയ്ക്ക് കൊടുത്തേ. എന്നിട്ട് ഇത്രയും കുഞ്ഞു ഷെഡ്. ആ 500,000 രൂപയുടെ വീടിന് ഇതിനേക്കാളും നല്ല കംഫർട്ട് ഉണ്ട് ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ലുക്കും ഉണ്ട്. ഇത് ഉമ്മ അതോ കാലം പിടിച്ച വീട് പോലെ. ഞാൻ അങ്ങനെ ഇവിടം വരെ വന്നേ ഗൈസ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി ഒരു വീടാണിത്. ഈ വണ്ടിയുടെ കുഴപ്പം കാരണം കൊണ്ടൊന്നും അല്ല, ഈ വീടിൻ്റെ കുഴപ്പം കാരണം കൊണ്ടാണ്. പ്രേതവാദമുള്ള വീടൊന്നും അല്ല. വാവ്, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? എന്ത് പറ്റാൻ? റോൾസ് റോയ്സ് അല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് പരിപാടിയൊക്കെ നടത്താം ഗൈസ്. മുകളിൽ നമ്മൾ ഡ്രിഫ്റ്റിൻ്റെ ഈ സംഭവമൊക്കെ കാണിക്കും. സ്മോക്കും കാലൊക്കെ വരും. കണ്ടോ ഗൈസ്, സ്മോക്കും കാലൊക്കെ വരും. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വണ്ടി ഗീവ് അവേ കിട്ടോ. എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ ആരെയും പോലെ പറ്റിക്കില്ല ഗൈസ്. സത്യമായിട്ട് ഞാൻ ഗീവ് അവേ ചെയ്യും. ആകെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്ക് സമ്മതിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഡിവൈസിൽ നിന്ന് അങ്ങനെ ലൈക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വേണമെങ്കിൽ ചെയ്തോ, അത് സാരമില്ല. പക്ഷെ കൂടുതൽ ലൈക്ക് ഇടണം. എന്നാൽ മാത്രമേ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഞാൻ കൊടുക്കൂ. അതുമാത്രമല്ല, നിങ്ങൾ CPM കയറിയിട്ടുണ്ടെങ്കിൽ, ഈ CPM എന്നാണ് ഈ ഗെയിമിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ CPM കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലെയറിൻ്റെ പേരും കൂടി കമൻറ്റ് ബോക്സിൽ അടിക്കുക. പിന്നെ നിങ്ങൾ ആഫ്രിക്കൻ സർവറിൽ കാര്യങ്ങളൊക്കെ കയറുക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ട് 0 രൂപീസിന് ഞാൻ തരുന്നതാണ് ഗൈസ്. ഒരു ബിഗിനേഴ്സിന് ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതായിരിക്കും. അത് തന്നെയാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. വണ്ടിയൊക്കെ ഇപ്പോഴേ പൊടിയും പൂപ്പലും പിടിച്ച് തുടങ്ങി. പക്ഷെ എന്നാ പറയാനാണ് ഗൈസ്, ഒരു വണ്ടി ഉണ്ടെന്നുള്ള മൈൻഡ് വേണ്ടത്. ഇനിയിപ്പോൾ എവിടെയുള്ള പെട്രോൾ പമ്പിൽ പോകണോ? ജസ്റ്റ് ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. കാർ വാഷ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അവിടെ പോയിട്ടേ ഹാൻഡ് ബ്രേക്ക്. പക്ഷെ ഇനി ഈ വണ്ടി ചെറുതായിട്ടൊന്ന് പറത്താം നമുക്ക് വണ്ടി. അയ്യോ, ബ്രേക്ക്. ഓക്കെ, നമ്മൾ വണ്ടി പറപ്പിച്ചെടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ പോവാണ്. ഇവിടെ വല്ല ആയിരിക്കും ഗൈസ്. നമ്മുടെ ഇവിടെ വല്ല ആയിരിക്കും എന്നല്ല, ഇവിടെ തന്നെയാണ്. ഞാൻ ഈ റൂട്ട് വലുതായിട്ടൊന്നും വന്നിട്ടില്ല. വല്ലാത്തൊരു റൂട്ടാണ് ഗൈസ്. റോഡ് നമ്മുടെ കേരളനെ പോലും ഒന്നും അല്ലാത്തതുകൊണ്ട് നല്ല മിച്ചമുണ്ട്. കുഴപ്പമില്ല. ജസ്റ്റ് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്കും കാറിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ബോക്സൊക്കെ കിട്ടാൻ ഉള്ള സാധ്യത കാണും കേട്ടോ. ഈ കാറ് വാഷാണ് ചെയ്യണ്ടേ. കാർ വാഷ് ചെയ്യണം ഗൈസ്. എനിക്ക് കാർ സർവീസ് അല്ലടാ ബ്രോ, കാർ വാഷ് ചെയ്യണം. ഇവിടെ കാർ വാഷ് ചെയ്യാൻ പറ്റില്ലേ ഗൈസ്? അത് ഇച്ചിരി കഷ്ടമായി പോയിട്ടോ. ഇപ്പോൾ കാർ വാഷ് ചെയ്യണം എവിടെ കിട്ടുക? പക്ഷെ അത് മാത്രമല്ല, ഗെയിമിൽ ചെറുതായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്താണ്. എയർപോർട്ട്, അത് ഇത് മറ്റേത് ബ്രേക്ക്ഫാസ്റ്റ്, ഫാസ്റ്റ് ഫുഡ് എല്ലാം ഉണ്ട് ഗൈസ്. കാർ വാഷ് എവിടെയാ? കാർ വാഷ് എവിടെ ഇരിക്കും? ഇതെല്ലാം കാണിക്കട്ടെ. കാർ വാഷ് എവിടെയാ? രണ്ടും കള. കാർ വാഷ് ചെയ്യണ സ്ഥലം ഇപ്പം ഞാൻ ഇവിടെയാണ്. കാർ വാഷ് ചെയ്യണ സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അത് ദാറ്റ് ഇനി ടു നോ.
അവിടെ ഫുഡ് അടിക്കുന്ന സ്ഥലം വരെ ഉണ്ട്. എന്നിട്ട് കാർ വാഷ് ചെയ്യുന്ന സ്ഥലമില്ല. കാർ ഗെയിമാണ് പോയി. അവിടെ റിവേഴ്സ് എടുത്തിട്ടുണ്ടോ വണ്ടി വരാത്തേ? എന്തോ ഒരു ചെറിയ ലാഗ് ഉണ്ട്. അത് സാരമില്ല. ഇടയ്ക്കിടയ്ക്കൊരു ലാഗ് ഉള്ളതാണ് ഈ ഗെയിമിന്, നോട്ട് മൈ ഫോണിന്. ഓക്കെ, നമ്മൾ ഇച്ചിരി പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കട്ടെ. റീഫ്യൂവലിങ്. ഫ്യൂവൽ 2 രൂപ പോയി, എന്നിട്ടും ഒന്നും ഉണ്ടായില്ല. ദാറ്റ് മീൻസ് മൈ മണി ഗ്ലിച്ചഡ്. ഓക്കെ, അപ്പോൾ ടയറിലൊക്കെ കയ്യിലെത്തി. നമുക്ക് നമ്മുടെ വീട്ടിലോട്ടേക്കും കയ്യിലൊക്കെ ഒരു ചെറിയ ലോങ് ഡ്രൈവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം വരെ പോകണം ഗൈസ്. ഇവിടം വരെ പോകണം. അപ്പോൾ എനിക്ക് വലിയ സീനൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ പെട്രോളൊക്കെ അടിച്ച് പതിയെ പോയാലും മതി. ഗ്യാസ് സ്റ്റേഷൻ റീഫ്യൂവലിങ് ഗൈസ്. പിന്നെ എൻ്റെ കയ്യിൽ 25 ഈ കോയിൻ പോലത്തെ സാധനം അതാണ് കേട്ടോ ഗൈസ് മെയിൻ. കാരണം അതിനകത്തുനിന്ന് നല്ല ഇത് കയ്യിൽ ബഡ്ജറ്റും കയ്യിലുണ്ട് അതിന്. ഓക്കെ, ഇപ്പോൾ കണ്ട ഗൈസ് പൈസ പറഞ്ഞ് ഇത് തന്നെയാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് പൈസ കുറയും. പെട്രോൾ അടിക്കുന്നതിനൊക്കെ ഇങ്ങനെ പൈസ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് അടിച്ചാൽ പോരാന്ന്. അതൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കണേ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ആവശ്യം വരുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.